ഈ ജീവിതയാത്രയിൽ ദൈവത്തിന്റെ കൃപ നമ്മൾക്കില്ലെങ്കിൽ നമുക്ക് ഒരു ചെവിട് പോലും മുന്നോട്ട് വെക്കാൻ സാധ്യമല്ല. ആമേൻ. എത്ര പേര് അങ്ങനെ എന്നോട് യോജിച്ച് പറയുന്ന അങ്ങനെ തന്നെയാണെന്നുള്ളത്? ഹല്ലേലൂയ. നമ്മുടെ ബലമോ ശക്തിയോ ഒന്നും ഹല്ലേലൂയ കൊണ്ടൊക്കത്തില്ല നമുക്ക് ഈ ജീവിതം, പ്രത്യേകിച്ച് ഒരു ക്രിസ്ത്യ ജീവിതം നമുക്ക് ജീവിക്കാൻ, ഒരു ജയകരമായ ഒരു ജീവിതം നയിക്കുവാൻ നമ്മുടെ ശക്തി ബലം കൊണ്ട് നമുക്ക് ഒരിക്കലും സാധ്യമല്ല. ദൈവത്തിന്റെ കൃപ നമുക്ക് അത്യന്തകമായി നമുക്ക് വേണം. ഹല്ലേലൂയ, ഹല്ലേലൂയ. അത് നമുക്ക് ദൈവം പകർന്നുകൊണ്ടിരിക്കുവാണ്. ഇനിയും അത് ദൈവത്തോട് ആവശ്യപ്പെട്ട് ഹല്ലേലൂയ. അതുപോലെ ഇതുവരെ തന്ന ആ കൃപ ഓർത്ത് നന്ദി പറഞ്ഞ് നമുക്ക് ആദ്യത്തെ ഗാനം ചേർന്ന് പാടി നമുക്ക് കർത്താവിന് മഹത്വം കരയറ്റാം. ആമേൻ. പ്രൈസ് ഗോഡ്. പരിശുദ്ധനാം താതനേ, കരുണയിൻ സാഗരമേ, കൃപയിൻ ഉറവിടമേ, ആശ്വാസദായകനേ, പരിശുദ്ധനാം താതനേ, കൃപയിൻ സാഗരമേ, കരുണയിൻ ഉറവിടമേ, ആശ്വാസദായകനേ, ദൈവത്തിന്റെ കൃപ നമുക്ക് ഓരോരുത്തർക്കും വേണം. ഹല്ലേലൂയ. നമ്മുടെ ലക്ഷ്യത്തിൽ എത്തിച്ചേരുവാൻ നമുക്ക് കൃപ ചോദിക്കാം. ഹല്ലേലൂയ.
പറയുന്നേ, ഞാൻ വിശുദ്ധനായിരിക്കുന്ന പോലെ, ഞാൻ പരിശുദ്ധനായിരിക്കുന്ന പോലെ നിങ്ങളും വിശുദ്ധരായിരിപ്പീൻ. ഹല്ലേലൂയ. ഒരു വിശുദ്ധിയുടെ ജീവിതം നയിക്കുവാൻ നമ്മുടെ ശ്രമം കൊണ്ടൊക്കത്തില്ല. 1-2 ദിവസമൊക്കെ നമുക്ക് നമ്മുടെ ശ്രമം കൊണ്ട് ചെയ്യാം. പക്ഷെ അധികം നാൾ അതൊക്കത്തില്ല. ദൈവത്തിന്റെ കൃപ നമുക്ക് വേണം. ഹല്ലേലൂയ. ദൈവത്തിന്റെ പ്രസാദമുള്ള ഒരു ജീവിതം നയിക്കുവാൻ അവന്റെ കൃപയെ നമുക്ക് ആവശ്യപ്പെടാം. വിശുദ്ധിയെ തികച്ചിടുവാൻ, വിശ്വാസം കാത്തുകൊള്ളുവാൻ, എന്നോട്ടം ഓടി തികപ്പാൻ തിരുകൃപ മതി എനിക്ക്. ആവശ്യപ്പെട്ടാട്ടാമേ. വിശുദ്ധിയെ തികച്ചിടുവാൻ, വിശ്വാസം കാത്തുകൊള്ളുവാൻ, എന്നോട്ടം ഓടി തികപ്പാൻ. ഹല്ലേലൂയ. തിരുകൃപ മതി എനിക്ക്. ലോകത്തെ സ്നേഹിക്കില്ലെന്ന് ദൈവത്തിന്റെ കൽപ്പനയാണ്. ഹല്ലേലൂയ. ലോകത്തെയും അതിലുള്ളത് ഒന്നിനെ, കൺമോഹം, ജഡമോഹം, ജീവിതത്തിന്റെ ദ പ്രൈഡ് ഓഫ് ലൈഫ്, പ്രതാപം, ഹല്ലേലൂയ, ഇതിനെയൊക്കെ വെറുക്കാനാണ് ദൈവവചനം നമ്മളെ പഠിപ്പിക്കുന്നത്. ഹല്ലേലൂയ. പാപത്തെ തോൽപ്പിക്കുവാൻ, പാപത്തെ ജയിക്കുവാനാണ് യേശു ഈ ഭൂമിയിൽ വന്നത്. ഹല്ലേലൂയ. അതുകൊണ്ട് പാപത്തെ ജയിച്ചൊരു ജീവിതം നയിക്കുവാൻ ദൈവത്തിന്റെ നമ്മുടെയും ശത്രുവിനെ, ഹല്ലേലൂയ, എപ്പോഴും എതിർക്കുവാൻ, ഹല്ലേലൂയ, ദൈവത്തിന് കീഴ്പ്പെട്ട് ഒരു ജീവിതം ജീവിക്കുവാൻ ദൈവത്തിന്റെ കൃപ നമുക്ക് ഓരോരുത്തർക്കും വേണം. ഹല്ലേലൂയ. ഹല്ലേലൂയ. അടുത്ത വരികൾ പിന്നെയും ഒരു പ്രാർത്ഥനയായിട്ട്, ഒരു യാചനയായിട്ട് നമുക്ക് സ്വർഗത്തിലേക്ക് ഉയർത്താം. ആമേൻ. ലോകത്തെ വേർതിരിടുവാൻ, പാപത്തെ ജയിച്ചിടുവാൻ, ശത്രുവോടെ എതിർത്തിടുവാൻ തിരുകൃപ മതി എനിക്ക്. ലോകത്തെ ശത്രുവോടെ നിർത്തിയിടുവാൻ തിരുകൃപ മതി എനിക്ക്. ശബ്ദമുയർത്തി പാടിക്കട്ടെ. നാഥാ നീ മതി, നാഥാ നീ. പിന്നെ പറയുന്ന ശ്രോതാക്കളായി ഇരിക്കാതെ പാടിക്കാട്ട്, ദൈവത്തോടെ യാചിച്ചാട്ട്. ഹല്ലേലൂയ. പലരും വെറുതെ ഇരിക്കുന്നതായിട്ടാണ് ഞാൻ കാണുന്നത്.
നമുക്ക് ഈ 4 വരി ഒരു പ്രാവശ്യം കൂടി കരങ്ങൾ ഉയർത്തി ഒരു പ്രാർത്ഥന, ഒരു യാചനയായിട്ട് ദൈവത്തെ ആരാധിക്കുന്നതിന് മുന്നേ നമുക്കൊന്ന് പാടാമോ ചേർന്ന്? ശബ്ദങ്ങൾ ഉയർത്തി ഈ മരുയാത്രയിൽ നിൻ കൃപ മതി എനിക്ക്, നിൻ കൃപ മതി എനിക്ക്. ഈ മരുയാത്രയിൽ തിരുകൃപ മതി എനിക്ക്, തിരുകൃപ മതി എനിക്ക്. ഒരു പ്രാവശ്യം കൂടി ആവശ്യപ്പെടാമേ. Yes, Lord. We need more and more of your grace. And we pray that you would pour it upon us in abundance, O Lord. കർത്താവേ, അങ്ങയുടെ കൃപ അത്യന്തമായി ഞങ്ങൾ അങ്ങയോട് ആവശ്യപ്പെടുന്നു. അത് ഞങ്ങളുടെ മേൽ അങ്ങ് ചൊരിയണമേ എന്ന് പ്രാർത്ഥിക്കുന്നു കർത്താവേ. ജയകരമായ ക്രിസ്തീയ ജീവിതം നയിക്കുവാൻ, അങ്ങേ ഉയർത്തുവാൻ, അങ്ങേ സേവിക്കുവാൻ, അങ്ങേ സ്നേഹിക്കുവാൻ കർത്താവേ, അങ്ങക്ക് പ്രസാദമുള്ള ഒരു ജീവിതം നയിക്കുവാൻ അങ്ങയുടെ കൃപ ആവശ്യപ്പെട്ടുകൊണ്ട് കർത്താവേ, ഈ യാചന അല്ലെങ്കിൽ ഒരു പ്രാവശ്യം കൂടി അങ്ങയുടെ മുൻപാകെ വെക്കുന്നു. അങ്ങ് നൽകുവാൻ ശക്തനും വിശ്വസ്തനുമായതുകൊണ്ട് നന്ദി, നന്ദി, നന്ദി. ആമേൻ. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. നമ്മുടെ ദൈവം നമ്മുടെ ബലമാണ്. ആമേൻ. The Lord is my strength. ആമേൻ. ഹല്ലേലൂയ. സോ നമുക്ക് ഒരു പഴയ ഒരു ഗാനം നമുക്ക് ചേർന്ന് പാടി നമ്മുടെ കർത്താവിനെ സ്തുതിക്കുകയും മഹത്വപ്പെടുത്തുകയും ചെയ്യാം. മലയാളം പാട്ടാണ്, എല്ലാവർക്കും അറിയാമെന്ന് ഞാൻ വിശ്വസിക്കുന്നു. അറിയാവുന്നവരെല്ലാം കരങ്ങൾ കൊട്ടി സന്തോഷത്തോടു കൂടി ആമേൻ ഈ ഗാനം നമുക്ക് ചേർന്ന് പാടി കർത്താവിനെ മഹത്വപ്പെടുത്താം. ആമേൻ. Hallelujah. Okay. എന്റെ ബലമായ കർത്തനൻ ശരണമതാകിയ പാടിടും ഞാൻ ഉലകിൽ. എന്റെ ബലമായ കർത്തനൻ ശരണമതാകിയ പാടിടും ഞാൻ ഉലകിൽ. ഏറ്റവും ഉറപ്പുള്ള മറവിടമാണ് എനിക്ക് പ്രിയൻ, ചാരിടും ഞാൻ അവനിൽ. ഏറ്റവും ഉറപ്പുള്ള മറവിടമാണ് എനിക്ക് പ്രിയൻ, ചാരിടും ഞാൻ അവനിൽ. ഹല്ലേലൂയ, സ്തുതി പാടിടും ഞാൻ എൻ്റെ ജീവിതയാത്രയതിൽ.
വിളിച്ചുണർത്തുമെന്നെ. ഉള്ളം കരത്തിൽ വരച്ചവൻ ഓർമ്മിക്കാദേശത്തൻ എന്നൂടെ ആശ്വാസകനവൻ. ഉള്ളം കരത്തിൽ വരച്ചവൻ ഓർമ്മിക്കാദേശത്തൻ എന്നൂടെ ആശ്വാസകൻ. ഹല്ലേലൂയ സ്തുതി പാടിടും ഞാൻ എൻ്റെ ജീവിതയാത്രയതിൽ. എൻ്റെ അല്ലലകിലവും തീർത്തിടും നാൾ
Hallelujah. Thank you, Lord, for your works and ways in our lives, oh God. Hallelujah. Thank you, Jesus. Hallelujah. Glory to God. Praise be to thy name. Worship thy name. ഹല്ലേലൂയ. അടുത്ത ഗാനത്തിന് വേണ്ടി ദൈവസന്നിധിയിൽ എഴുന്നേറ്റ് നിൽക്കാൻ പറ്റുന്നവർ എഴുന്നേറ്റ് നിന്ന് കുറച്ച് നിമിഷങ്ങൾ നമുക്ക് ഹല്ലേലൂയ നമ്മുടെ പ്രാണപ്രിയനെ ഹല്ലേലൂയ നമുക്ക് വേണ്ടി ചങ്കിലെ ചോര തന്ന് നമ്മളെ വീണ്ടെടുത്തവനെ നമുക്കൊന്ന് വാഴ്ത്താം, അവനെ സ്തുതിക്കാം, അവനെ മഹത്വപ്പെടുത്താം. ഹല്ലേലൂയ, ഹല്ലേലൂയ. എത്ര പേർക്ക് സന്തോഷമുണ്ട് ഈ വലിയനായ ദൈവത്തെ അറിയുവാനും ആരാധിക്കുവാനൊക്കെ ദൈവം നമ്മുടെ ജീവിതത്തിൽ ഭാഗ്യം തന്നതിനായി. എത്ര പേർക്ക് നന്ദി വാക്കുണ്ട് ഹൃദയത്തിൽ ഹല്ലേലൂയ പറയാൻ? ആമേൻ, ഹല്ലേലൂയ, ഹല്ലേലൂയ. അപ്പൊ നമുക്ക് ഈ കൂട്ടമായി കിട്ടുന്ന ഈ അവസരങ്ങളെ നമ്മൾ പാഴാക്കാതെ ഹല്ലേലൂയ നമുക്ക് ദൈവത്തിന് കൊടുക്കാവുന്ന ബെസ്റ്റ് നമുക്ക് കൊടുക്കാം. ആമേൻ. നമ്മുടെ ശബ്ദം, നമ്മുടെ ആരോഗ്യം, നമ്മുടെ ബലം ഹല്ലേലൂയ എല്ലാം നമ്മൾ ദൈവത്തെ മഹത്വപ്പെടുത്തുവാൻ, ദൈവത്തെ സ്തുതിക്കുവാനും ആരാധിക്കുവാനും നമുക്ക് ചെലവഴിക്കാം. ഹല്ലേലൂയ. നമുക്ക് വേണ്ടി ഒന്നും അങ്ങനെ ശേഖരിച്ചു വെക്കേണ്ട ആവശ്യമില്ല. ഈ കാലത്ത് നമുക്കൊന്നും പറയാനൊക്കത്തില്ല, എപ്പോഴാ ഒരാടെ കാറ്റ് പോകുന്നതെന്ന് നമുക്കറിയത്തില്ല. അതുകൊണ്ട് കിട്ടുന്ന അവസരങ്ങളും ദിവസങ്ങളെല്ലാം ആമേൻ നമുക്ക് നിത്യതയ്ക്ക് വേണ്ടി നമുക്ക് ഒരുങ്ങാം. ഹല്ലേലൂയ. നിത്യതയിൽ എന്തുവാണ് നടക്കാൻ പോകുന്നത്? ആരാധനയാണ്. നമ്മൾ അതിനു വേണ്ടിയുള്ള പ്രിപ്പറേഷനാണ് ഈ ലോകം. ആമേൻ. ഈ ജീവിതം സ്വർഗത്തിലേക്ക് വേണ്ടിയുള്ള പ്രിപ്പറേഷനാ. ഹല്ലേലൂയ. അവിടെ ചെയ്യാൻ പോകുന്ന ഒരു വേലയുള്ളൂ, ഒരു ജോലിയുള്ളൂ, അതാണ് ദൈവത്തെ സ്തുതിക്കുക, ദൈവത്തെ ആരാധിക്കുക. ഹല്ലേലൂയ. അതിവിടെ ചെയ്യുന്നവർക്ക് മാത്രമേ അങ്ങോട്ട് പോയിട്ട് കാര്യമുള്ളൂ. അല്ലേ പിന്നെ അങ്ങോട്ട് പോകണ്ട, നിങ്ങൾ ഇവിടെ ഇരുന്നാൽ മതി. പക്ഷെ അവിടെ പോകണമെന്നുണ്ടെങ്കിൽ ഇവിടെ ആരാധിച്ചു തുടങ്ങണം. ആമേൻ. അവിടെ അല്ല ചെന്ന് ആരാധിക്കാൻ തുടങ്ങുന്ന, ഇവിടെ ആരാധിച്ചു തുടങ്ങണം. നമ്മളെ അതിനുവേണ്ടി തയ്യാറാക്കണം. ഹല്ലേലൂയ, ഹല്ലേലൂയ, ആമേൻ. സ്വർഗത്തിലോട്ട് ഞാൻ വിശ്വസിക്കുന്നേ വെളിപ്പാട് പുസ്തകത്തിൽ എഴുതിയേക്കുന്ന പോലെ ജയാളിയായവരെയാണ് സ്വർഗത്തിൽ എൻട്രി ഉള്ളൂ. രണ്ടാമത് ഞാൻ വിശ്വസിക്കുന്നേ ആമേൻ ഹല്ലേലൂയ ആത്മാവിലും സത്യത്തിലും ദൈവത്തെ ആരാധിക്കുന്നവരെന്ന്. ഞാൻ അവിടെ ആരാധനയാണ് നടക്കാൻ പോകുന്നത്. അതുകൊണ്ട് ഹല്ലേലൂയ ആരാധകരെയാണ്, സത്യ ആരാധകരെയാണ് ആമേൻ അവരെ കൊണ്ടുപോകാൻ വേണ്ടിയാണ് യേശു മണവാളൻ കടന്നു വരുന്നത്. ഹല്ലേലൂയ, ഹല്ലേലൂയ, ആമേൻ. പ്രൈസ് ദി ലോർഡ്. അതുകൊണ്ട് കർത്താവിനെ, നമ്മുടെ പ്രാണപ്രിയനെ നമുക്ക് സ്തുതിക്കുകയും വാഴ്ത്തുകയും മഹത്വപ്പെടുത്തുകയും ചെയ്യാം. ഹല്ലേലൂയ, പ്രൈസ് ഗോഡ്. ഡീഷ, ഹല്ലേലൂയ, പ്രൈസ് ദി ലോർഡ്. പ്രാണപ്രിയ ചങ്കിലെ ചോര വന്നെന്നെ വീണ്ടെടുത്തവനെ, വീണ്ടെടുപ്പുകാരാ. കരങ്ങൾ കൊട്ടി സന്തോഷത്തോടുകൂടി, നന്ദിയുള്ള ഹൃദയത്തോടുകൂടി ഹല്ലേലൂയ നമുക്ക് യേശുവിനെ നന്ദി കരേറ്റാം. ഹല്ലേലൂയ. വീണ്ടെടുപ്പുകാരാ
എണ്ണിയാൽ എണ്ണിയാൽ തീരാത്ത നന്മകൾ ചൊല്ലിയാൽ ചൊല്ലിയാൽ തീരാത്ത കൃപകൾ എണ്ണിയാൽ എണ്ണിയാൽ തീരാത്ത നന്മകൾ ചൊല്ലിയാൽ ചൊല്ലിയാൽ തീരാത്ത കൃപകൾ. Oh, we love you, Jesus. We adore you, Lord. Hallelujah. Thank you, Lord. Thank you, Lord. Hallelujah. Thank you, Lord. Thank you, Lord. Thank you, Jesus. Hallelujah. Hallelujah.
കർത്താവേ, സങ്കീർത്തനക്കാരൻ പറയുന്നത് പോലെ I will sing to him as long as I live, and my meditation of him will be sweet. Hallelujah. കർത്താവേ, എൻ ഉയർകാലം മുഴുവൻ, യെസ്, അന്തിമ ശ്വാസം വരെ കർത്താവേ, ഞാൻ അങ്ങേക്ക് വേണ്ടി പാടുമെന്ന് പറഞ്ഞ് ഞങ്ങളെ തന്നെ ഞങ്ങൾ സമർപ്പിക്കുന്നു. എല്ലാ കാലത്തിലും എല്ലാ സാഹചര്യത്തിലും കർത്താവേ, അങ്ങേ പാടുവാൻ, അങ്ങേ സ്തുതിക്കുവാൻ, അങ്ങേ ആരാധിക്കുവാൻ, അങ്ങേ മഹത്വപ്പെടുത്തുവാൻ, അങ്ങയുടെ നാമത്തെ ഉയർത്തുവാൻ ഞങ്ങളെ ഒരു പ്രാവശ്യം കൂടി സമർപ്പിച്ച് ഏൽപ്പിച്ച് കർത്താവേ തരുന്നു. കർത്താവേ, നന്ദി കർത്താവേ. Thank you. Receive our praise, receive our glory, receive all honor, O God, because it rightly belongs to you alone. In Jesus' name.